ഡൽഹിയിൽ ബി.ജെ.പി. സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഇന്നാണ്. രാജ്യതലസ്ഥാനത്തെ നാലാമത്തെ വനിതാ മുഖ്യമന്ത്രിയായി രേഖാ ഗുപ്ത ഇന്ന് അധികാരമേൽക്കും. രാംലീല മൈതാനത്ത് നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്രമന്ത്രിമാരും NDA മുഖ്യമന്ത്രിമാരും ഉൾപ്പെടെ പങ്കെടുക്കും. जिन्होंने ये मौका 27 साल बाद दिल्ली में एक नया अध्याय जो शुरू हो रहा है उसकी जिम्मेवारी मेरे कंधों पे दी और शायद ये पूरे देश की महिलाओं के लिए बहुत ही सम्मान की घड़ी है और देश की आधी आबादी आदरणीय मोदी जी का दिल की गहराई से धन्यवाद करती है. मैं आदरणीय मोदी जी का पार्टी नेतृत्व का बहुत बहुत आभार व्यक्त करती हूँ. വിശദാംശങ്ങളുമായി അനൂപ് ദാസ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. അനൂപ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് അവിടെ സത്യപ്രതിജ്ഞ ചടങ്ങുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തിയിട്ടുള്ളത്? മാത്രമല്ല ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ആഘോഷമാക്കി മാറ്റാനുള്ള തയ്യാറെടുപ്പായിരിക്കും അല്ലേ? അതേ മോത്തി, വലിയ ആഘോഷമാക്കി ഈ പരിപാടി സംഘടിപ്പിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പും ഇവിടെ രാംലീല മൈതാനിയിൽ പൂർത്തിയായിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഒപ്പം തന്നെ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എല്ലാവരുടെയും ചിത്രങ്ങൾ രാംലീല മൈതാനിക്ക് പുറത്ത് സജ്ജമാക്കി വെച്ചിട്ടുണ്ട്. ഇവിടത്തേക്കുള്ള ഗതാഗതത്തിന് നിയന്ത്രണമുണ്ട്. 12:30 പരിപാടികൾ, അതായത് സത്യപ്രതിജ്ഞ ചടങ്ങ് ആരംഭിക്കും. അതിന് മുൻപ് തന്നെ ഒരു സംഗീത പരിപാടിയുണ്ട്. ഏതാണ്ട് 1 മണിക്കൂർ നേരം നീണ്ടു നിൽക്കുന്ന സംഗീത പരിപാടി. ആ സംഗീത പരിപാടിക്ക് ശേഷമാണ് സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് കടക്കുക. ഇവിടെ നമുക്ക് കാണാം പ്രധാനപ്പെട്ട, അതായത് ഗേറ്റ് നമ്പർ 2 ആണിത്. ഇതുവഴി പ്രധാനപ്പെട്ട മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർക്ക് അകത്തേക്ക് പ്രവേശനം ഉണ്ടാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര മന്ത്രിസഭയിലെ മുഴുവൻ അംഗങ്ങൾ, അതിന് പുറമെ ബി.ജെ.പി. ഭരിക്കുന്ന 20 ബി.ജെ.പിയും അല്ലെങ്കിൽ NDA സർക്കാർ ഭരിക്കുന്ന 20 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മുഖ്യമന്ത്രിമാരും ഒപ്പം തന്നെ ഉപമുഖ്യമന്ത്രിമാർ, MP-മാർ എല്ലാവരും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തുന്നുണ്ട്. ഒപ്പം തന്നെ ഡൽഹിയിലെ ബി.ജെ.പി. പ്രവർത്തകർക്കെല്ലാം എല്ലാ ബൂത്തിലെയും ആളുകൾക്ക് ക്ഷണമുണ്ട്. ഏതാണ്ട് 1 ലക്ഷത്തിലധികം ആളുകൾ ഇവിടെ രാംലീല മൈതാനിയിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃത്വം. ഇവിടുന്ന് അങ്ങോട്ട്, അതായത് സമ്പൂർണ്ണമായും മേഖലയാകെ വലിയ പ്രചാരണങ്ങൾ കൊണ്ട്, തോരണങ്ങൾ കൊണ്ടെല്ലാം അലങ്കരിച്ചിരിക്കുകയാണ്. നമുക്ക് ഇപ്പുറത്തെ ഭാഗത്ത് നോക്കിയാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് ഫ്ലക്സുകളിലും ബോർഡുകളിലും എല്ലാം നിറഞ്ഞു നിൽക്കുന്നത്. അമിത്ഷാ, JP നഡ്ഡ, മറ്റ് മുഖ്യമന്ത്രിമാർ, ഉപമുഖ്യമന്ത്രിമാർ എല്ലാവരുടെയും ചിത്രങ്ങൾ കൊണ്ട് ഈ ഭാഗത്താകെ സജ്ജമാക്കി വെച്ചിരിക്കുകയാണ് ബി.ജെ.പി. ഒപ്പം തന്നെ ആഘോഷ പരിപാടികളുമുണ്ട്. വലിയ ബാൻഡ് മേളമൊക്കെ ആയിട്ടാണ് ആളുകൾ ഇവിടേക്ക് എത്തുന്നത്. എന്തായാലും 4ാമത് ഒരു വനിതാ മുഖ്യമന്ത്രി വരുന്നു. അത് ബി.ജെ.പിയിൽ നിന്നാണ് രേഖാ ഗുപ്ത. ഷാലിമാർ ബാഗിൽ നിന്നുള്ള MLA ആണ്. ആദ്യത്തെ തവണ MLA ആവുന്നു. നേരത്തെ ഇവിടെ നഗരസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ബി.ജെ.പി. മേയറായി മത്സരിപ്പിച്ചിരുന്നത് രേഖാ ഗുപ്തയായിരുന്നു. എന്നാൽ അവിടെ പരാജയമായിരുന്നു ഫലം ആം ആദ്മി പാർട്ടിയിൽ നിന്ന്. പക്ഷേ പിന്നീടും ഇങ്ങോട്ട് MLA ആയി വന്നതിന് ശേഷം കാര്യമായ പരിഗണന രേഖാ ഗുപ്തയ്ക്ക് നൽകാൻ ബി.ജെ.പി. തീരുമാനിക്കുകയായിരുന്നു. തുടക്കം മുതൽ ABVPയുടെ പ്രവർത്തക, അതിനുശേഷം ഡൽഹി യൂണിവേഴ്സിറ്റി യൂണിയന്റെ ചെയർമാൻ, ജനറൽ സെക്രട്ടറി ആയിട്ടും അവർ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇങ്ങോട്ട് ABVPയുടെ പ്രധാനപ്പെട്ട പ്രവർത്തക, അതും കഴിഞ്ഞ് യുവമോർച്ചയുടെ നേതാവ്, ഒപ്പം മഹിളാ മോർച്ചയുടെ ദേശീയ വൈസ് പ്രസിഡന്റായി ഇപ്പോൾ പ്രവർത്തിക്കുന്നു. ഒപ്പം ഡൽഹി ബി.ജെ.പിയുടെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നു. അതായത് 50 വയസ്സിനിടയിൽ RSSുമായി ചേർന്ന് നിന്ന് പ്രവർത്തിച്ച് മുന്നോട്ട് പോയ നേതാവിന് പാർട്ടി പരിഗണന നൽകിയിരിക്കുന്നു. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇങ്ങോട്ടേക്ക് ആളുകളുടെ ഒരു വലിയ നിര തന്നെ വന്നു തുടങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഏതാണ്ട് 1 ലക്ഷത്തോളം ആളുകൾ പങ്കെടുക്കുന്ന വലിയ ആഘോഷ പരിപാടിയായിട്ടാണ് ബി.ജെ.പി. രാംലീല മൈതാനിയിൽ ഈ ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നത്.